നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ന്യൂട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്ന അതായത് ഇൻസ്റ്റഗ്രാമിന്റെ കുറച്ച് ടിപ്സും ട്രിക്സും പറഞ്ഞു തരാൻ വേണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഉടായ്പ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയോ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ലൈക്സോ ഫോളോവേഴ്സോ ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയല്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ ശരിക്കും നാച്ചുറൽ ആയിട്ട് നല്ലൊരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ കൊണ്ടുനടക്കാനായിട്ട് കുറച്ച് ടിപ്സാണ് ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഫാൻ ബേസും നല്ല ഫോളോവേഴ്സും നമുക്ക് ഈ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൾ ആക്കിയിടുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നല്ല ഒരു ഇൻസ്റ്റഗ്രാം ID കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ID പലതരത്തിലുണ്ട്, പലരും പലതരത്തിലുള്ള ID ഇടാറുണ്ട്, സ്വന്തം പേര് ഇടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം പേര് ഇടാം, അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള നല്ല ഒരു ID കണ്ടുപിടിക്കുക, അത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ലൊരു ബയോ. നമുക്കറിയാം, ബയോ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ എല്ലായിടത്തും തന്നെ ഉണ്ട്. കാരണം നമ്മളെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, അതിൽ ആവശ്യമില്ലാത്ത വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാതെ നല്ല ബയോ, അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ വായിക്കാനും അതുപോലെ തന്നെ ആ ഒരു പ്രൊഫൈൽ ഇഷ്ടപ്പെടാനും തരത്തിലുള്ള നല്ല തരത്തിലുള്ള ബയോ ആ ഒരു അക്കൗണ്ടിന് കൊടുക്കുകയാണെങ്കിൽ ആ അക്കൗണ്ടിന്റെ റീച്ച് വളരെയധികം കൂടാൻ ഈ ബയോ സഹായിക്കും. അതിൽ ഇമോജികളും അല്ലെങ്കിൽ നല്ല സ്റ്റൈൽ ഫോണ്ടുകളും ഒക്കെ, കൂൾ സിമ്പിൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിച്ച് നല്ല തരത്തിലുള്ള ഫോണ്ടുകളും ഒക്കെ എടുത്ത് നല്ല രീതിയിൽ ആ ഒരു ബയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കാണുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ വരും ആ ഒരു അക്കൗണ്ടിൽ. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇംപ്രഷൻ ആ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ, അത് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് ആ ഒരു ഇൻസ്റ്റാഗ്രാം അതിലേക്ക് ആഡ് ചെയ്തിടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ആ ഒരു വെബ്സൈറ്റ് നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിന് ഫോളോവേഴ്സ് ഒക്കെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് നല്ലതായിരിക്കും. അതിനുവേണ്ടി ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ എഡിറ്റ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾ ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യാവുള്ളൂ. പലരും ചെയ്യുന്നതാണ് ഈ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ബയോയിൽ കൊണ്ട് ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യും. പക്ഷേ കാര്യം ശ്രദ്ധിക്കുക, അവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അത് ചുമ്മാ ടെക്സ്റ്റ് ആയിട്ട് മാത്രമേ നിൽക്കുള്ളൂ, ഉറപ്പായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അതിന് പകരം നിങ്ങൾ എഡിറ്റ് പ്രൊഫൈലിൽ വെബ്സൈറ്റ് കൊണ്ട് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് അവിടെ സേവ് ആയി ആർക്ക് വേണമെങ്കിൽ അത് ലിങ്കായി ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മൂന്നാമത്താണ്, നിങ്ങൾ നിങ്ങളുടെ കോൺടാക്ട് ഓപ്ഷൻസും അഡ്രസ്സും ഒക്കെ നിങ്ങളുടെ ഒരു അക്കൗണ്ടിൽ ആഡ് ചെയ്യുക. അതായത് നമ്മുടെ അഡ്രസ്സൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും, പിൻകോഡ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് എല്ലാം ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കോൺടാക്ട് ഓപ്ഷൻസ്, ഫോൺ നമ്പർ, ഇമെയിൽ, ഇതൊക്കെ ആ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഓപ്പൺ ആക്കി ഇടാൻ സാധിക്കും. അതൊക്കെ ഓപ്പൺ ആക്കി ഇടുകയാണെങ്കിൽ ഒരു ആൾക്ക് പ്രത്യേകിച്ച് നമ്മളോട് കോൺടാക്ട് ചെയ്യണമെന്നോ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് നമ്മൾ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്ന് ഓർക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ കയറിയാൽ പോലും നമ്മുടെ ഫുൾ ഡീറ്റെയിൽ അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമുക്കത് വളരെ ഉപകാരമായിരിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ അത് ആദ്യം നിങ്ങൾ ബിസിനസ് അക്കൗണ്ടിലേക്ക് മാറ്റിയിടുക. അതിന് സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് ബിസിനസ് അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി ആദ്യം തന്നെ മാറ്റിയിടുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അധികമായിട്ട് ലഭിക്കും. അത് പ്രൊമോഷൻസ്, നമുക്ക് പൈസ കൊടുത്ത് ഒരു പോസ്റ്റോ നമ്മുടെ അക്കൗണ്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഇൻസൈറ്റ്, അതായത് നമ്മുടെ പോസ്റ്റ് എത്ര പേര് കണ്ടു, നമ്മുടെ അക്കൗണ്ട് എത്ര പേര് കണ്ടു, ഏതൊക്കെയാണ്, ആരൊക്കെയാണ്, എവിടുന്നൊക്കെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻസൈറ്റ് ലഭിക്കും. അങ്ങനെ കുറച്ച് കൂടുതലായിട്ടുള്ള ഓപ്ഷൻസ് ഒരു ബിസിനസ് അക്കൗണ്ടിൽ ഇൻസ്റ്റാഗ്രാമിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ഞാൻ കുറച്ച് കാര്യം പറയാൻ പോകുന്നത് നമ്മുടെ ഒരു നല്ല ഇൻസ്റ്റാഗ്രാം ID ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം നല്ലൊരു പ്രൊഫൈൽ പിക്ചർ നിങ്ങളുടെ ഒരു അക്കൗണ്ടിൽ കൊടുക്കണം. അതുപോലെ നല്ല പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ചുമ്മാ ഫേസ്ബുക്ക് പോലെ ഒരുമാതിരി കണ്ട അതും ഫോട്ടോസ് എല്ലാം കൂടെ കയറ്റി ഇടാനുള്ള ഇടമല്ല. നല്ല ഫോട്ടോസ് മാത്രം ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ചിലർ നമ്മുടെ സ്വന്തം ഫോട്ടോസ് ഇടുന്നവരുണ്ട്, ചിലർ നേച്ചറിന്റെ ഫോട്ടോസ് ഇടുന്നവരുണ്ട്, ചിലർ ഡ്രോയിങ് ഒക്കെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഇടുന്നവരുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ളവരായാലും അതെല്ലാം നല്ല പിക്കുകൾ മാത്രം ഇൻസ്റ്റാഗ്രാമിൽ ഉറപ്പായിട്ട് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്ത വേറെ കാര്യമാണ് ഹൈലൈറ്റ്സ്. നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ഒക്കെ ഹൈലൈറ്റ്സ് ആയിട്ട് ഒരു അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഈ ഹൈലൈറ്റ്സിന് കവർ ഫോട്ടോ വെക്കാൻ സാധിക്കും. കവർ ഫോട്ടോ വെക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു യൂണീക്ക് ഡിസൈനൊക്കെയാണ് അത് വെച്ചിരിക്കുന്നതെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആർക്കായാലും ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറി നോക്കുന്ന സമയത്തും അതൊന്ന് ഫോളോ ചെയ്യാൻ തോന്നണമെങ്കിൽ അപ്പോൾ നല്ലൊരു വൃത്തിയുള്ള പ്രൊഫൈൽ ആയിരിക്കണം. നല്ല പോസ്റ്റ്, നല്ല പ്രൊഫൈൽ പിക്ചർ, നല്ല ബയോ, നല്ല ഹൈലൈറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും അതൊന്ന് ഫോളോ ചെയ്യാൻ തോന്നും. ആ ഒരു രീതിയിൽ നമ്മുടെ അക്കൗണ്ടിനെ മാറ്റിയെടുക്കണം. അതുപോലെ പലരും ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഉടായ്പാണ്. അതായത് നമ്മൾ കുറേ പേരെങ്ങ് ഫോളോ ചെയ്യും, അവരൊക്കെ തിരിച്ച് ഫോളോ ചെയ്യുമ്പോൾ അവരൊക്കെ അങ്ങ് അൺഫോളോ ചെയ്ത് കളയും. ആ ഒരു പരിപാടി ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിന്റെ റീച്ച് പതുക്കെ കുറയും. അതിന് കാരണം നമ്മൾ ഈ അൺഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ, അതായത് ഫോളോവേഴ്സ് അസിസ്റ്റന്റ് പോലെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതായിരിക്കും. അവർക്കൊക്കെ മനസ്സിലാവും ഇന്ന ഒരാൾ നമ്മളെ അൺഫോളോ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അവരും അൺഫോളോ ചെയ്തുകളും. അതുപോലെ നിങ്ങൾ പിന്നീട് ഫോളോ ചെയ്താൽ പോലും അവർ ഫോളോ ബാക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിന്റെ റീച്ച് പതുക്കെ കുറഞ്ഞു വരും. അപ്പോൾ ഫോളോവേഴ്സും കൂടാതെ വരും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളൊരാൾ ഫോളോ ചെയ്ത് അയാൾ ഫോളോ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ അൺഫോളോ ചെയ്യരുത്. ഇനിയിപ്പോൾ ഫോളോ ബാക്ക് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അൺഫോളോ ചെയ്ത് കളയാം. പക്ഷെ ഫോളോ ചെയ്ത ഒരാളെ അൺഫോളോ ചെയ്ത് കളയരുത്. അതുപോലെ വേറൊരു കാര്യമാണ്, നമ്മളെല്ലാം ചെയ്യുന്ന കാര്യമാണ്, അതായത് നമുക്ക് കുറെ ഫോളോവേഴ്സും ഫോളോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കൂട്ടുകാരുടെ പിക്ചർക്ക് മാത്രമേ ലൈക്ക് ചെയ്യാനോ കമന്റ് ചെയ്യാനോ മുതിരാറുള്ളൂ. നമുക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാനോ കമന്റ് ചെയ്യാനോ ഒന്നിനും പോകാറില്ല.
കണ്ടാൽ പോലും ലൈക്ക് ചെയ്യുകയുമില്ല, നല്ല ഫോട്ടോ ആണെങ്കിൽ പോലും. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ആരുടെ ഫോട്ടോ കണ്ടാലും ആ ഒരു ഫോട്ടോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാൻ കൂടെ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇനി ഒരാൾ നമ്മുടെ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട്, കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടാലും അവരത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ശ്രമിക്കും. അതായത് നമ്മൾ അങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്ത് അവർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ പോസ്റ്റിന് കൂടുതൽ ലൈക്സും കമന്റും വരും. അപ്പൊ ആ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു ലൈക്ക് ഫോർ ലൈക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ നമുക്ക് അവരുടെ പോസ്റ്റ് ലൈക്ക് ചെയ്ത് നമുക്കൊരു ഇംപ്രഷൻ വരുത്തി നമ്മുടെ ഒരു ഫാൻ ബേസ് കയറിയിട്ട് നമ്മുടെ പോസ്റ്റിന് ഒരുപാട് ലൈക്സും ഫോളോവേഴ്സും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഒരു പിക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇൻസൈറ്റിൽ പോവുക. ഇൻസൈറ്റിൽ പോയിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ആരൊക്കെ എത്ര സമയത്താണ് കൂടുതൽ സമയം ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഫോളോവിങ്ങിൽ കൂടുതൽ ആൾക്കാർ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സമയം അവിടെ കാണാൻ നമുക്ക് സാധിക്കും. ആ ഒരു സമയത്ത് നമ്മുടെ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മൾ കൂടുതൽ പേര് ഈ ഒരു പോസ്റ്റ് കാണാനും കൂടുതൽ ലൈക്സും കമന്റും ആ ഒരു പോസ്റ്റിന് വരാനും സാധിക്കും. അതുകൊണ്ട് ഇൻസൈറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി എൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടു കണ്ടാൽ തന്നെ നമുക്ക് അപ്പം തന്നെ ഫോളോ ചെയ്യാൻ തോന്നുന്നു, അത്രയും ഭംഗിയിൽ നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടു എങ്കിൽ പോലും നമ്മളെ ആരും ഫോളോ ചെയ്യാൻ പോകുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വലിയ ആളെന്ന് പറയും, നമ്മളൊരു സെലിബ്രിറ്റി അല്ല, നമ്മൾ കൂട്ടുകാർ മാത്രമല്ല, നമ്മളൊരു സാധാരണ ആളാണ്. അതുകൊണ്ട് തന്നെ വേറെ ആരും നമ്മളെ അങ്ങോട്ട് വന്ന് ഫോളോ ചെയ്യാൻ പോകുന്നില്ല. ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളവരെ ഫോളോ ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടുതലായിട്ട് നമ്മൾ ആക്റ്റീവ് ആക്കി വെച്ച് അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഒരു സജഷൻ പറയണം. നമ്മൾ കൂടുതൽ പേരെ ഫോളോ ചെയ്യുമ്പോൾ അവർക്കെല്ലാം സജഷൻ വരും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഫോളോവേഴ്സ് വരും. ഫോളോവേഴ്സിൽ നല്ല പ്രൊഫൈലുകൾ നമ്മൾ തിരിച്ച് ഫോളോ ബാക്ക് ചെയ്യണം. അതായത് നമ്മളെ ഫോളോ ചെയ്യാത്തവരെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് കൂടുതൽ പേരെ ഫോളോ ചെയ്താൽ മാത്രമേ ഇങ്ങോട്ട് ഫോളോവേഴ്സ് വരുള്ളൂ. നമ്മൾ ചുമ്മാ കൈയും കിട്ടി ആക്റ്റീവ് ആയിട്ടിരുന്നാലൊന്നും നമുക്ക് ഫോളോവേഴ്സ് വരാൻ പോകുന്നില്ല. നമ്മൾ നല്ല ആക്റ്റീവായിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഇങ്ങോട്ട് ഫോളോവേഴ്സ് വരുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നല്ലൊരു പ്രൊഫൈൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ 2 ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആ ഒരു വീഡിയോ ഇനിയും കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താഴെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ആദ്യം പറഞ്ഞ 2 ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടും. നല്ല ഫോളോവേഴ്സിനെയും നമുക്ക് ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടാൻ ആ ഒരു 2 ആപ്ലിക്കേഷൻ സഹായിക്കും. നല്ലൊരു അക്കൗണ്ട് ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും. മെച്ചമില്ലാത്ത ഒരു അക്കൗണ്ട് ആണെങ്കിൽ ഉറപ്പായിട്ട് ഫോളോവേഴ്സിനെ കിട്ടും, പക്ഷേ ഇത് വളരെ പരിമിതമായിരിക്കും. നല്ലൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടിപ്സും കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫോളോവേഴ്സിന്, ജെന്യുയിൻ ഫോളോവേഴ്സിന്, ഒരുപാട് ഫോളോവേഴ്സിന് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ ഫോളോവേഴ്സിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആകാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് പതുക്കെ ഫോളോവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ആക്റ്റീവ് ആകുമ്പോൾ എനിക്ക് ഉറപ്പായിട്ട് ഒരുപാട് ഫോളോവേഴ്സിന് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ പറയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ കുറ്റങ്ങളോ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരായാലും ഉറപ്പായിട്ടും ആ നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ആക്കി ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.